ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്നുള്ളത് ഒരു മണ്ടത്തരമായ കൺസെപ്റ്റാണോ? ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ കളയുന്ന, ലാഭകരമാണെന്ന് കരുതി ആളുകൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു സിസ്റ്റം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവൻ്റെ പവറിനൊരു പരിഹാരമാണോ? അതോ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് അതൊരു ബ്രേക്ക് ഈവൻ ആവാതെ നഷ്ടത്തിലേക്ക് കലാശിക്കുന്ന ഒരു സിസ്റ്റമാണോ, ഒരു കൺസെപ്റ്റാണോ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം? വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ജനങ്ങളെ ഇതിലേക്ക് വലിച്ചഴിച്ച് അത് വൻ നഷ്ടങ്ങളിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണോ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം? നമുക്കത് പരിശോധിക്കാം. എൻ്റെ പേര് ജീവേഷ് ജയകുമാർ, ഷാഡോ പവർ എന്ന കമ്പനിയുടെ ഡയറക്ടറാണ്. നമ്മൾ പലർക്കും ഓൺ ഗ്രിഡിൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റിയായിരിക്കും പല കമ്പനീസും പറഞ്ഞു തന്നിട്ടുണ്ടാവുക. നമ്മളിവിടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് എന്താണ്. അതിന് നമ്മളൊരു 5 പോയിൻ്റ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നു. പോയിൻ്റ് നമ്പർ 1, അത് ഗ്രിഡ് ഡിപ്പെൻഡൻസിയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സൂര്യപ്രകാശത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ കറണ്ട് കേരളത്തിലാണെങ്കിൽ KSEBിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് KSEBിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ആ പവർ യൂട്ടിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് KSEBിയെ ഫുള്ളി ഡിപ്പെൻഡ് ചെയ്ത്, KSEBിയുടെ പോസ്റ്റിനെയും അതിൻ്റെ ലൈൻ കമ്പിയെയും പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. KSEBിയുടെ കറണ്ട് ഇല്ലാത്ത സമയത്ത് KSEB ഗ്രിഡ് അവരുടെ ഗ്രിഡ് ഓഫ് ചെയ്താൽ ഈ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഇരുട്ടിലാവും. അവരതുകൊണ്ട് അവനുണ്ടാക്കി KSEBിക്ക് കൊടുത്ത ആ കറണ്ട് അവന് തിരിച്ചപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ KSEBിയുടെ പോസ്റ്റ് കംപ്ലൈൻ്റ് ആവാം, KSEBിയുടെ ലൈൻ വണ്ടി ഇടിച്ച് KSEBിയുടെ പോസ്റ്റ് പൊട്ടിയതാവാം, അല്ലെങ്കിൽ ലൈൻ പൊട്ടിയതാവാം, എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി KSEB ലൈൻ ഓഫ് ചെയ്തതാവാം. അങ്ങനെ 100% എന്തെങ്കിലും കാരണം കൊണ്ട് KSEBിയുടെ പോസ്റ്റിനോ ഗ്രിഡിനോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം സംഭവിച്ചാൽ ഒരു ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമർക്ക് കറണ്ട് കിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിൻറ്റ്. പോയിൻറ്റ് നമ്പർ 2, ലാക്ക് ഓഫ് സ്റ്റാൻഡ് അലോൺ പവർ. അതായത് ഇതിനൊരു സോളാറിൽ നിന്ന് നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷേ നമ്മൾ ഒരിടത്ത് ഇത് സ്റ്റോർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തിനാണെങ്കിൽ ഇന്നൊരു ബാറ്ററി സിസ്റ്റം ഉണ്ട് സ്റ്റോർ ചെയ്യാൻ. അതിൻ്റേതായ കുറേ ന്യൂനതകളുണ്ടെങ്കിൽ പോലും ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിന് സ്റ്റോർ ചെയ്യാനുള്ളൊരു മീഡിയ ഇല്ല, ഒരു ബാറ്ററി ഇല്ല, സിസ്റ്റംസ് ഇല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന പവർ ഫുള്ളായിട്ട് KSEBിക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്റ്റോറേജ് ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ EBയുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമുക്ക് ഒരു സ്റ്റോർ ചെയ്തിരുന്ന ആ സ്റ്റോറേജിൽ നിന്ന് പവർ എടുത്ത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഈ ഓൺ ഗ്രിഡിനില്ല. ഓക്കെ. പോയിന്റ് നമ്പർ 3, നോ എനർജി ഇൻഡിപെൻഡൻസ്. അതായത് ഇതിനൊരു സ്വന്തമായിട്ട് നമ്മൾ എന്താ പറയുക, സൂര്യനെ ഡിപ്പെൻഡ് ചെയ്താണ്, സോളാറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിനകത്ത് കറണ്ട് ഉൽപ്പാദിക്കുക. അതായത് സോളാർ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് സ്വന്തമായിട്ട് കറണ്ട് ഉണ്ടാക്കുകയല്ല, സൂര്യപ്രകാശത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുന്ന കറണ്ട് ഇത് സ്വന്തമായിട്ടൊരു ജനറേറ്ററിനെ പോലെ സ്വന്തമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്ന സിസ്റ്റം ഇതിനകത്തില്ല. അപ്പോൾ സൂര്യൻ എന്നൊരു ഘടകത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നു, പവർ ജനറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് KSEB എന്നൊരു ഗ്രിഡിലേക്ക് സാധനം സപ്ലൈ ചെയ്യുന്നു. അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി ഇങ്ങോട്ട് പവർ കിട്ടത്തുമില്ല. അപ്പോൾ സ്വന്തമായിട്ട് പവർ ഉൽപ്പാദിപ്പിച്ച് വേറൊരാളുടെ സഹായം ഇല്ലാതെ, ഇപ്പോൾ ഈ KSEBിയുടെ സഹായം ഇല്ലാതെ, അല്ലെങ്കിൽ സോളാറിൻ്റെ സഹായം ഇല്ലാതെ, അപ്പോൾ ഒരാളുടെയും സഹായം ഇല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു പവർ ഉൽപ്പാദിപ്പിച്ച് ഒരു ഉപഭോക്താവിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമല്ല ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓക്കെ. പോയിന്റ് നമ്പർ 4, നോ പവർ അറ്റ് നൈറ്റ് ഓർ ലോ സോളാർ എനർജി. അതായത് രാത്രിയിൽ നമുക്ക് ഒരു കറണ്ട് ഉൽപ്പാദനം ഉണ്ടാവില്ല. കാരണം സൂര്യപ്രകാശമില്ല, കറണ്ട് ഉൽപ്പാദനവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൂര്യപ്രകാശം കുറഞ്ഞാലും അതിനൊരു മിനിമത്തിന് മുകളിൽ ഒരു സോളാർ എനർജി, ഒരു സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ സോളാർ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ ഒരു കറണ്ട് കൺവേർഷൻ ഉണ്ടാക്കുക, ഒരു കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഒരു മിനിമം ലെവൽ ഓഫ് സൺലൈറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഒരു തണലുള്ള സ്ഥലത്ത് വയ്ക്കാൻ പറ്റില്ല സോളാർ പാനലിൽ.
അപ്പോൾ നല്ല സൂര്യപ്രകാശമുള്ള നല്ല ഏരിയയിൽ വെച്ചാൽ മാത്രമേ നമുക്കിതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോഴോ രാത്രിയിലോ പവർ ജനറേഷൻ ഉണ്ടാവുന്നുമില്ല, നമുക്ക് അത് സ്റ്റോർ ചെയ്യാനും സാധിക്കുന്നില്ല, നമുക്ക് KSEBിലേക്ക് കൊടുക്കാനും സാധിക്കുന്നില്ല. അപ്പോൾ രാത്രിയിൽ നമുക്ക് അതുപോലെ സൂര്യപ്രകാശം കുറഞ്ഞ സമയത്തും നമുക്കിതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മോർ സേഫ്റ്റി കൺസേൺ, പോയിന്റ് നമ്പർ 5. മോർ സേഫ്റ്റി കൺസേൺ എന്ന് പറയുമ്പോൾ ഇത് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ KSEBിയുമായിട്ട് ലിങ്ക്ഡ് ആണ് സോളാർ ഈ ഓൺ ഗ്രിഡ് സിസ്റ്റം. അപ്പോൾ KSEBിയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഇത് ലൈനിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ സോളാർ എനർജിയിൽ നിന്നുള്ള കറണ്ട് ലൈനിലേക്ക് കയറിയിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും. കാരണം സോളാർ എനർജിയിൽ അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്ത് ഗ്രിഡിലേക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും ഗ്രിഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കും യാതൊരു അപകടവും ഉണ്ടാവരുത് എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ലൊരു സേഫ്റ്റി സിസ്റ്റം ഓൺ ഗ്രിഡിന് നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു പാളിച്ച, എപ്പോഴെങ്കിലും ആ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ സേഫ്റ്റിക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നാൽ അത് തീർച്ചയായിട്ടും പലർക്കും അപകടം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു വലിയൊരു സേഫ്റ്റി കൺസേൺ ഇതിൻ്റെ ഭാഗത്തുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ സോളാർ എനർജിയെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 100% ഒരു പവറിന് ഒരു ബാക്കപ്പ് പവറാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് പവർ സോളാറിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നു, KSEBിക്ക് കൊടുക്കുന്നു. KSEB അവിടെ അവരുടെ ലൈനോ കാര്യങ്ങളോ പോസ്റ്റിനോ ഒന്നും ഇഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സോളാർ എനർജി ആ കറണ്ട് നമുക്ക് തിരിച്ചു തരുന്നു, ആ കറണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ കാര്യം, അപ്പോൾ നമ്മൾ ഇതിങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുക, ഈ KSEBിയുടെ ലൈനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഓൺ ഗ്രിഡ് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് KSEBിൽ നിന്ന് ആ കറണ്ട് അവന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അവനായിട്ട് ജനറേറ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് KSEBിക്ക് കൊടുത്ത ആ പവർ അവന് ആവശ്യം വരുന്ന ഘട്ടത്തിൽ KSEBിയുടെ പവർ ഷോർട്ടേജ് ഉള്ള, KSEBി ലൈൻ കംപ്ലയിൻ്റ് ഉള്ള, ഗ്രിഡിന് കംപ്ലയിൻ്റ് ഉള്ള, ലൈൻ പോസ്റ്റ് വണ്ടി ഇടിച്ച് കംപ്ലയിൻ്റ് ആയ ആ ഒരു അവസ്ഥയിൽ അവന് തിരിച്ച് KSEBിൽ നിന്ന് പവർ ലഭിക്കില്ല. അവൻ എന്ത് ചെയ്യും? അവൻ ഇരുട്ടിലാവും. അവനായിട്ട് സോളാറിൽ നിന്ന് അവൻ്റെ ലക്ഷങ്ങൾ മുടക്കി അവൻ ഇൻവെസ്റ്റ് ചെയ്ത് അവൻ സോളാർ എനർജി ജനറേറ്റ് ചെയ്ത് അവൻ KSEB കൊടുത്തതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. കാരണം ഇതൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം ആയതുകൊണ്ട് KSEBിയിൽ നിന്ന് പവർ റിട്ടേൺ കിട്ടിയാൽ മാത്രമേ അവനത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? അപ്പോൾ തീർച്ചയായിട്ടും ഒരു സോളാർ എനർജി യൂസ് ചെയ്യുന്ന ആൾക്ക് അവനൊരു ബാക്കപ്പായിട്ടൊരു ജനറേറ്റർ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ കറണ്ട് പോണ സമയത്ത് അവന് KSEB അവന് ഈ രാത്രി ആവുന്ന സമയത്ത് കറണ്ട് പോകേണ്ട രാത്രി ആയിക്കോട്ടെ, രാത്രി സമയത്ത് അവന് കറണ്ട് വേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ KSEBിയുടെ പവറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, ഗ്രിഡിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവൻ ഇരുട്ടിലാവും. ആ ഒരു സമയത്ത് അവന് കറണ്ട് വേണമെങ്കിൽ, അവന് വീട്ടിലുള്ള ACയോ TVയോ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്ന് വർക്ക് ചെയ്യണമെങ്കിൽ, മോട്ടറൊന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അവനൊരു ബാക്കപ്പ് പവർ സോഴ്സ് അത്യാവശ്യമാണ്. അപ്പോൾ അവന് തീർച്ചയായിട്ടും ഡീസലിലോ പെട്രോളിലോ വർക്ക് ചെയ്യുന്ന ഒരു ജനറേറ്ററിൻ്റെ ആവശ്യകതയുണ്ട്, ഒരു ബാക്കപ്പ് പവറായിട്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് അതിനകത്തൊരു മെയിൻ ഹൈലൈറ്റിംഗ് പോയിൻ്റ്. ഇനി നമുക്ക് ഇതിനകത്തൊരു ജനറേറ്റർ, ഇപ്പം ഞാൻ പറഞ്ഞത് കാരണം ഈ ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജിനെ പറ്റിയാണ്. ഓൺ ഗ്രിഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നമുക്ക് പറയാവുന്നത്, നമുക്ക് കറണ്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല, റെഗുലറായിട്ട് കറണ്ടുണ്ട്, KSEBിക്ക് ഗ്രിഡിന് പ്രശ്നമില്ല എന്നൊന്നും ഇല്ലാത്തുള്ള അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓൺ ഗ്രിഡിന് അതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം നമുക്ക് നമ്മുടെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ ഇത് സൗകര്യമാണ്. അപ്പോൾ ഈ ഓൺ ഗ്രിഡിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് കറണ്ട് വലിയ രീതിയിൽ കറണ്ട് ചാർജ് വരുന്ന ഒരാൾക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ ഇതൊരു സഹായകമായൊരു കാര്യമാണ്. അതല്ലാതെ ഓൺ ഗ്രിഡ് സിസ്റ്റം ഒരു പവർ ബാക്കപ്പാണ് എന്ന് പറയാൻ പറ്റില്ല. പവർ ബാക്കപ്പിന് ഒന്നെങ്കിൽ ബാറ്ററി ഉള്ള സിസ്റ്റം ആയിരിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ജനറേറ്റർ, ഡീസലിലോ പെട്രോളിലോ വർക്ക് ചെയ്യുന്ന ജനറേറ്റർ ബാക്കപ്പായിട്ട് അവന് തീർച്ചയായിട്ടും വേണ്ടി വരും. ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, അപ്പോൾ എങ്കിൽ ബാറ്ററി വെച്ചിട്ടുള്ള സോളാർ സിസ്റ്റം യൂസ് ചെയ്താൽ, സോളാർ പവർ യൂസ് ചെയ്താൽ പോരെ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുമുള്ള പ്രശ്നം, ഈ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ ബാറ്ററി വേണം. അത് 1-2 ബാറ്ററിയുടെ കാര്യം, 1-2 ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ലൈറ്റോ ഫാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ലോ പവറുള്ള സാധനം വർക്ക് ചെയ്യാമെന്നുള്ളതല്ലാതെ ഹൈ പവർ ഉള്ള സാധനങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ, കൺസപ്ഷൻ കൂടിയ സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബാറ്ററി ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ഹയർ സൈഡിലായിരിക്കും.
ഇനി നമുക്കത് പറയാൻ പറ്റുന്നത് ഒരു ജനറേറ്ററിൻ്റെ പോസിറ്റീവ് സൈഡാണ്. ജനറേറ്റർ എന്തുകൊണ്ട് അതൊരു ജനറേറ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ട കാര്യം. ഇതിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ജനറേറ്ററിനുണ്ട്. കാരണം ജനറേറ്റർ എന്നുള്ള ഒരു സ്റ്റാൻഡ് അലോൺ പവറാണ്. സ്റ്റാൻഡ് അലോൺ പവർ എന്ന് പറയുമ്പോൾ വേറെ ആരുടെയും സഹായം, KSEBിയുടെ സഹായം ആവശ്യമില്ല, സോളാർ എനർജിയുടെ സഹായം ആവശ്യമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സിൻ്റെ സഹായം ജനറേറ്ററിന് ആവശ്യമില്ല. നമുക്കതിനകത്ത് ഇന്ധനം എന്നൊരു വസ്തുത ഉണ്ടെങ്കിൽ, ഇന്ധനത്തിന് നമുക്ക് ഷോർട്ടേജ് ഉണ്ടാകുന്ന ആൾക്കാരല്ല, കാരണം പെട്രോൾ ആവട്ടെ ഡീസൽ ആവട്ടെ ഷോർട്ടേജ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്ധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് തന്നെത്താൻ അത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റോറേജിന് ഒരു ബാക്കപ്പ് മീഡിയ, ഒരു സ്റ്റോറേജ് സിസ്റ്റം അതിന് ആവശ്യമില്ല. അത് തന്നെത്താൻ അത് ജനറേറ്റ് ചെയ്ത് ലൈവായിട്ട് തന്നെ അതിനെ കറണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കത് ഓഫ് ചെയ്താൽ യൂസ് ചെയ്യാനും ചെയ്യാം. അപ്പോൾ അതൊരു സ്റ്റാൻഡ് അലോൺ പവറാണ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ നോ ഗ്രിഡ് ഡിപ്പെൻഡൻസി. നമുക്കതിന് ഗ്രിഡിൻ്റെ ആവശ്യം, കാരണം KSEB നമ്മൾ ഒട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. KSEB ലൈനിൽ പവറുണ്ടോ പവറില്ലയോ, അവർക്ക് ലൈൻ പൊട്ടിക്കിടക്കുകയാണോ, പോസ്റ്റിന് കംപ്ലയിൻ്റ് ഉണ്ടോ, മഴയുണ്ടോ വെയിലുണ്ടോ, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അതായത് നമുക്ക് അന്തരീക്ഷം, അതേപോലെ തന്നെ KSEBയുടെ കാര്യങ്ങൾ, സൂര്യപ്രകാശം ഉണ്ടോ ഇല്ലയോ, മഴയാണോ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നേയില്ല. നമ്മൾ ഏതൊരു സിറ്റുവേഷനിലായാലും ഏതൊരു കാലാവസ്ഥയിൽ KSEBയുടെ കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റർ ഓൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജനറേറ്ററിൽ നിന്ന് പവർ ലഭിക്കും. നമുക്ക് എല്ലാ എക്യുപ്മെൻസും നമ്മുടെ ഹോസ്പിറ്റലാവട്ടെ, വീടാവട്ടെ, സ്ഥാപനങ്ങളാവട്ടെ, എവിടെയും എന്തും നമുക്ക് വർക്ക് ചെയ്യാൻ ജനറേറ്റർ വളരെയധികം സഹായകമാണ്. പിന്നെ അതിലേറ്റവും അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമുക്ക് എപ്പോഴും ആവശ്യത്തിനനുസരിച്ച് ജനറേറ്റർ ഉപയോഗിക്കാം. നമുക്കത് വേണ്ടപ്പോൾ ഓൺ ചെയ്യാം, വേണ്ടാത്തപ്പോൾ ഓഫ് ചെയ്യാം. ആർക്കും നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പവർ ജനറേറ്റ് ചെയ്ത് നമുക്ക് വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആരും കൊടുത്തിട്ട് നമ്മളൊക്കെ ഈ സോളാറിൻ്റെ കൂട്ട് കൊടുത്തിട്ട് തിരിച്ചു മേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് എത്രയാണോ പവർ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള ജനറേറ്റർ മേടിച്ചാൽ മതി. പിന്നെ നമ്മുടെ പവർ റിക്വയർമെൻറ്റ് കൂടുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള നമുക്ക് ജനറേറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ വൺസ് ഇപ്പോൾ ഒരു 7 GB ജനറേറ്റർ യൂസ് ചെയ്യുന്ന ഒരാൾ, 10 GB ജനറേറ്റർ യൂസ് ചെയ്യുന്ന ആൾ, അയാൾ കുറേ മെഷീനറീസോ അല്ലെങ്കിൽ ഹോം അപ്ലയൻസസോ അയാൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തെങ്കിൽ അയാൾ ഒരു ജനറേറ്ററോടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒരു 2 ജനറേറ്റർ ഉള്ള ഒരാൾക്ക് സംബന്ധിച്ച് ഒരു ജനറേറ്ററിന് കംപ്ലയിൻറ്റ് എന്തായാലും മറ്റേ ജനറേറ്റർ വർക്ക് ചെയ്തോളൂ. നമുക്ക് കാലാവസ്ഥയോ ഗ്രിഡോ വേറെ പ്രശ്നങ്ങളൊന്നും നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ അടിവരായിട്ട് പറയുന്നു, കാരണം സോളാർ എനർജി സിസ്റ്റം തീർച്ചയായിട്ടും നല്ലതാണ്. നമുക്ക് വലിയ രീതിയിൽ കറണ്ട് ചാർജ് ഉള്ളവർക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ. പക്ഷേ നമുക്ക് ഒരു പവർ ബാക്കപ്പ് എന്നുള്ള സിസ്റ്റത്തിൽ സോളാർ എനർജി നമുക്കത് പ്രയോജനപ്രദമാകില്ല. കാരണം സോളാർ എനർജി ഓൺ ഗ്രിഡ് സിസ്റ്റം യൂസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും അവർ ഒരു ജനറേറ്ററും കൂടെ ബാക്കപ്പായിട്ട് തീർച്ചയായിട്ടും മേടിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു സോളാറിൻ്റെയും ജനറേറ്ററിൻ്റെയും തമ്മിലൊരു കമ്പാരിസൺ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസായിട്ട് നമ്മൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട്സ് നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ആർക്കെങ്കിലും ജനറേറ്ററിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ്, ജനറേറ്റർ ആവട്ടെ ഇൻവെർട്ടേഴ്സ് ആവട്ടെ, എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ ഹോണ്ടയുടെയും ലെയ്ലാൻഡിൻ്റെയും കിർലോസ്കറിൻ്റെയും ഡീലേഴ്സാണ്. അതിൻ്റെ സെയിൽസ് സപ്പോർട്ട്സ് എല്ലാം നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ. ബൈ.